എനിക്കറിയില്ല പ്രാസംഗികൻ എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാനോ സംസാരിക്കാതിരിപ്പിക്കാനാണെന്നറിയില്ല. എന്തായാലും ഞാൻ 3 മിനിറ്റ് തന്നെ എടുക്കുള്ളൂ. ഹരിമ 3 മിനിറ്റ് എടുക്കുള്ളൂ. 3 മിനിറ്റ്. എല്ലാവരും എനിക്കൊന്ന് ക്ലാപ്പ് ചെയ്യാവോ? ഒന്ന് സ്ട്രോങ് ക്ലാപ്പ് ചെയ്യോ? സ്ട്രോങ് ആയിട്ട് ക്ലാപ്പ് ചെയ്യണം, എന്നാലേ സംസാരിക്കുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ട് ക്ലാപ്പ് ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ട് 1 മിനിറ്റ് ക്ലാപ്പ് ചെയ്യണം. 1 മിനിറ്റ് അടിക്കണം. റെഡി? സ്ട്രോങ് ആയിട്ട്. ഓക്കെ, മതി. താങ്ക് യു. ഈ സമയം അതിന് കട്ട് ചെയ്യണേ. കാരണം ഇത് എനിക്കറിയാം, ഇതിന് മുൻപ് വന്നു പോയവരൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവർക്കൊക്കെ ക്ലാപ്പ് ചെയ്യും. ഞാൻ സെലിബ്രേറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലാപ്പ് കിട്ടില്ല. അതിനു വേണ്ടി അടിപ്പിച്ചതല്ല. ഇത് ഞാൻ നന്ദകുമാർ സാറിന് കൊടുത്തൊരു ക്ലാപ്പാണ്. ഒരു ക്ലാപ്പും കൂടെ കൊടുക്കണം നിങ്ങൾ. എന്താ അറിയോ, ഈ മണപ്പുറം എന്ന ഈ സ്ഥലത്ത് നിന്ന് സാർ ഇവിടെ 2 തവണ പറഞ്ഞു, ഞാൻ 2-3 തവണ എന്ന് കേട്ടു. ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് ഇന്ന് പാൻ ഇന്ത്യയിൽ 55,000 സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നയിക്കുന്ന ഒരു വിഷണറി പേഴ്സണാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ ഇന്ന് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1000, 2000, 2500 കുട്ടികൾ വരുവാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഇങ്ങനെ ഒരു അഡ്വൈസറി ബോർഡൊന്നും ഇല്ലാതെ നയിക്കാൻ പറ്റുന്ന ഒരാളാണ് നന്ദകുമാർ സാർ എന്നാണ് ഞാൻ ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞത്. കാരണം കേരളം പോലെയുള്ള ഒരു സ്ഥലം, ഞാൻ വളരെ കുറച്ചു സമയം കൊണ്ട് പറയുവാണ്, കുറേ കാര്യങ്ങൾ പറയാണ്ടെങ്കിലും പറയുവാണ്. കേരളം എന്നൊരു സ്ഥലത്ത്, കേരളത്തിനകത്ത് ഞാൻ പറയാറുണ്ട്, സ്വച്ഛ് ഭാരത് എന്ന് കേൾക്കുന്ന സമയത്ത്, സ്വച്ഛ് ഭാരത് എന്ന് കേട്ടപ്പോൾ കേരളത്തിന് വലിയ ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റെങ്കിലും ഉണ്ട്. ശരിയല്ലേ മാം? കാലങ്ങൾക്ക് മുൻപ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടോയ്ലറ്റെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട്. ഈ ടോയ്ലറ്റ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നന്ദകുമാർ സാറിനെ പോലുള്ള ആളുകൾ കേരളത്തിലുള്ളത് കൊണ്ടാണ്. അവർ വന്ന് വിഷണറി പേഴ്സൺ ആയിട്ട് നിന്ന് അവർ നിരവധി പേർക്ക് അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ 55,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ് നന്ദകുമാർ സാറ്. അതുപോലെ ഒരു 65,000 പേർക്ക് ജോലി കൊടുക്കുന്നതാണ് യൂസഫ് അലി സാറ്. ഒരു 16,000 പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ് നമ്മുടെ ജോയ് അലക്കാസ്. ഒരു 30,000 പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ് മലപ്പുറത്തെ അഹമ്മദ് ഹാജി സാർ. ഇത്തരം നിരവധി പേരുകൾ കേരളത്തിൽ വന്നതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആളുകൾ ഇവിടെ നന്നായിട്ട് ജീവിച്ചു പോകുന്നത്. അതിന് അത്തരം ഒരാളാണ് ഇതിനെ നയിക്കുന്നത് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു അഡ്വൈസറി കമ്മിറ്റി വേണ്ട എന്നല്ല പറയുന്നത്. അത്തരം ഒരാൾ നയിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, നന്ദകുമാർ സാർ ഒരു 40 വർഷം മുൻപ് കഴിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെയായിരിക്കും കഴിക്കുന്നത്. എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ മെനു എനിക്കറിയില്ല. പക്ഷെ യൂസഫ് അലി സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചാളക്കറിയും ചപ്പാത്തിയുമാണ്. ഈ ചാളക്കറിയും ചപ്പാത്തി തന്നെ ഇപ്പോഴും അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ടേൺ ഓവർ എത്ര വർദ്ധിച്ചാലും അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ 55,000 × 4, നന്ദകുമാർ സാറ് 55,000 × 4, വീട്ടിൽ 3 അംഗങ്ങൾ, 4 പേരുടെ അംഗം ഉണ്ടെങ്കിൽ അത്ര പേർക്ക് ഒരു ചപ്പാത്തിയും അല്ലെങ്കിൽ 2 ചപ്പാത്തിയും ചാളക്കറിയും കൊടുക്കുന്ന ആളാണ്. അത്തരം ആളുകൾ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് സ്ഥാപനം അല്ലെങ്കിൽ ഈ സൊസൈറ്റി മുന്നോട്ട് പോകുക. ഇത് പറയാൻ കാരണം, ഈ വിഷണറി പേഴ്സൺ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഒരു കൂട്ടം ആളുകൾ വേണം, അതിന് ലീഡേഴ്സ് വേണം, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ വേണം. ഇത്തരത്തിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകണം. വിഷണറി പേഴ്സൺ മാത്രം പോരാ. സാറിന് ഈ സ്ഥാപനം നടത്തണമെങ്കിൽ 55,000 പേരെ കൂടെ വേണം. അപ്പം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന തിരിച്ചറിവിലേക്ക് സാറ് വീണ്ടും പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. കാരണം നമ്മുടെ മക്കൾ വ്യത്യസ്തരാണോ? എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ബിസിനസ്സുകാരാവരുത്. കുറച്ച് പേര് ലീഡേഴ്സ് ആവണം, കുറച്ച് പേര് സ്ട്രാറ്റജിസ്റ്റ് ആകണം, കുറച്ച് പേര് ഇംപ്ലിമെന്റിംഗ് ടീം ആകണം. ഇങ്ങനെ ഓരോരുത്തർക്കും വേറെ കഴിവുകളാണ്. ഈ കഴിവുകളെ കണ്ടെത്താനാണ് നമ്മൾ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ചലഞ്ച് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്. ഞാൻ പേരൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പേരൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എത്ര സമയം, ആത്മാർത്ഥമായിട്ട് പറയണം, നിങ്ങൾ എത്ര സമയം മൊബൈലും ടിവിയും സകലതും മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ 10 മിനിറ്റ് എടുക്കുന്ന ആളുകളൊന്ന് കൈമുക്കാവോ? പുറകിലേക്ക് നോക്കണം സർ, പുറകിലേക്ക് നോക്കണം. ഒരു 20-50 പേര് മൊബൈലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മക്കളോട് മാത്രമായിട്ട് 10 മിനിറ്റ് എന്താണ് പഠിച്ചത്, ഇനി എന്താണ് കഴിഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ ടീച്ചർ പറഞ്ഞു തന്നെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിന് ടീച്ചേഴ്സ് അത് ചെയ്യണം. ടീച്ചർമാരാണ് ചെയ്യേണ്ടത്. അതൊക്കെ അവരുടെ പണിയാണ്. അക്കാഡമിക് കാര്യം അവരാണ് കാര്യങ്ങൾ പറയുന്നത്. അക്കാഡമിക് കാര്യങ്ങൾ പഠിക്കുന്നത് സയൻസാണ്.
സയൻസ് എന്ന് പറയുന്നത് ഇന്ന് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ സയൻസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്, സാർ മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുവാണ്, മൊബൈലിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവുള്ള കുട്ടികൾ എണ്ണം കുറഞ്ഞു വരുവാണ്. ഇപ്പൊ ഞാൻ ഈ പോഡിയം തരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, കാരണം എന്നെ മറയ്ക്കാൻ വേണ്ടി ഇനി വിറതാങ്ങി എന്നാണ് എന്നെ പറയാം. ഈ ഒരു വിറവത്താങ്ങിയിൽ നിന്ന് സംസാരിക്കേണ്ട അല്ല, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റണം. അതിന് ഏറ്റവും വലിയ പ്രശ്നം 4-5 മണിക്കൂർ നമ്മൾ സ്ക്രീൻ ടൈമിൽ പോകുമ്പോൾ ഒരു വ്യക്തിയെ കണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളെ കണ്ട് സംസാരിക്കണമെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവന് ശോഭിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. എൻ്റെ മക്കളുടെ 2 പേരുടെ സമയത്തും 2 പേർക്കും ഏകദേശം 1 മണിക്കൂർ സമയമെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് എൻ്റെ മൂത്ത മകളോട് സംസാരിച്ചത്, അവൾക്ക് പ്രണയമൊന്നും ആയിട്ടില്ല. അവളുടെ കല്യാണം എങ്ങനെ നടത്തണം എന്നാണ് അവൾ എന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. കല്യാണം നമുക്ക് എങ്ങനെ നടത്തണം, എവിടെ നടത്തണം. ഇപ്പൊ പ്രേമമൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുക, MBA പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ 1 മണിക്കൂറോളം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഇന്നലത്തെ സബ്ജക്ട് വേറെ സബ്ജക്റ്റ് ആയിരുന്നു, സമൂഹത്തിൽ പണം ഉണ്ടാക്കണോ ഹാപ്പിനെസ് വേണോ. ഇത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് 1 മണിക്കൂർ എൻ്റെ മകളുമായിട്ട്. താഴെ മകളുമായിട്ട് സംസാരിക്കുന്നു, അവളിവിടെ പാലയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവളോട് സംസാരിക്കുന്നു, എന്താ എടുത്തത്, അങ്ങനെ സംസാരിക്കരുത്. അപ്പൊ ഇന്നലെ മൂത്ത ചേച്ചി അവളോട് പറഞ്ഞു കൊടുത്തത്, നീ സംസാരിക്കുമ്പോൾ മുഴുവൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക് എന്ന് നീ പറയുന്നുണ്ട്, ദാറ്റ്സ് എ റോങ് സ്റ്റൈൽ എന്ന് അവളുടെ ചേച്ചി അനിയത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇന്ററാക്ഷൻ ഞാൻ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ഇത് ഞാൻ പാരന്റ്സിനോടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മക്കൾക്ക് വേണ്ട കാര്യങ്ങളെ സംസാരിക്കാനായിട്ടും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും പേരൻസ് കാണുമ്പോഴാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പേരൻസിനും ടീച്ചേഴ്സിനും തരണം എന്നുള്ളതാണ്. ഞാൻ 5 അഡ്വൈസറി കമ്മിറ്റിനകത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാം കട്ടക്ക് ഉണ്ടാകും, ഏറ്റവും കൂടുതൽ സംസാരിക്കും നമുക്ക് പേരൻസിനോടാണ് കേട്ടോ, ടീച്ചേഴ്സിനോട് സംസാരിക്കണം. ഇത് രണ്ടും കൂടെ അലൈൻഡ് ആകുമ്പോൾ ഒരു സമൂഹത്തിന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇവിടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുള്ള നെഗറ്റീവിനെ കണ്ട് സംസാരിക്കലല്ല വേണ്ടത്, വേണ്ടതിനെ സംസാരിക്കണം. ഞാൻ ചെറിയ എക്സാമ്പിൾ കാണിച്ചോട്ടെ. എല്ലാവരും കൈകൾ ഇങ്ങനെ സ്പ്രെഡായി പിടിക്കോ, എല്ലാവരും വലുത് കഴിയുന്നു സ്പ്രെഡായി പിടിച്ചേ. എല്ലാവരും വലത് കൈ സ്പ്രെഡായി പിടിച്ചിട്ട് ആ വിരലിനിടയിൽ കൂടെ എന്നെ നോക്കിക്കേ. വിരലുകളൊന്നും സ്പ്രെഡായി പിടിച്ച് വിരലിനിടയിൽ കൂടെ എന്നെ നോക്കൂ. എന്നെ കാണുന്നുണ്ടോ? ആ കൈകൾ അങ്ങനെ തന്നെ പിടിച്ച് കൈകളിലേക്ക് നോക്കിയേ. ഇപ്പൊ കൈകൾ വ്യക്തമായി കാണുന്നുണ്ടോ? ആരും പറയുന്നില്ല, കാണുന്നുണ്ടോ? കൈകളെ കാണുമ്പോ എന്നെ വ്യക്തമായി കാണുന്നുണ്ടോ? അതന്നെയാണ്, എന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ കൈകൾ വ്യക്തമായി കാണുന്നുണ്ടോ? കയ്യും കാണുന്നുണ്ട്, എന്നെയും കാണുന്നുണ്ട്. അതായത് ഒന്നും കാണുന്നില്ല എന്നർത്ഥം, ബ്ലഡാണ്. അതായത് ബ്ലറായി നിൽക്കാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെ മാത്രം കാണണം, മറ്റതെല്ലാം ബ്ലറാക്കി കാണണം. അതായത് ലൈറ്റ് കുറയ്ക്കണം, ഫോക്കസ് നിങ്ങൾ എവിടേക്ക് നോക്കുന്നു അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ മക്കളുടെ ഫോക്കസിനെ കൂട്ടണം. ഇന്നിങ്ങനെ സ്പ്രെഡായി എടുക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആപത്ത് അതാണ്. കുറേ കാര്യങ്ങളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നും തന്നെ മനസ്സിൽ നിൽക്കുന്നില്ല കേട്ടോ. കുറെ വിഷ്വൽസ് കൂടെ കടന്നു പോവുകയാണ്, ഒരു വിഷ്വലും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറയാം. പേരൻസ് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് മക്കൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുക. അവർ നമ്മൾ അയ്യോ നോക്കിയ ആക്സിഡന്റ് എന്ന് പറയുവാണെങ്കിൽ അത് ആക്സിഡന്റ് ആണോ, അവരപ്പം തന്നെ സ്കിപ്പ് ചെയ്യും, അടുത്തേക്ക് പോകും. അവർക്ക് അതിൽ വലിയ ഇമോഷനൊന്നും വന്നിട്ടില്ല അവിടെ, കാരണം അവർ റെഗുലറായിട്ട് ഇത് കാണുവാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മാറി മക്കളെ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡ്, പത്മകുമാർ സാറ്, അല്ലെങ്കിൽ ഇത്ര നന്ദകുമാർ സാർ, ഇതുപോലെ കുറച്ചു പേര് മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. പേരൻസും ടീച്ചേഴ്സും കട്ടയ്ക്ക് ഒരുമിച്ചുണ്ടാക്കണം. അതിൻ്റെ കൂടെ അഡ്വൈസറി ബോർഡിനെ ഉപയോഗിക്കാം. ഞാൻ ചെറിയ ഒരു തമാശ പറയാം. എൻ്റെ വൈഫ് പുറകിലും കൂടി ഉണ്ട്. എൻ്റെ ചെവി ഭയങ്കര രസമല്ലേ കാണാനായിട്ട്, ശ്രദ്ധിച്ചില്ല എല്ലാവരും? 2 മിണ്ടലില്ല കേട്ടോ. കാണിച്ചു നോക്കി ആക്കി. എൻ്റെ ചെവി ഇങ്ങനെ ആന്റീനെ പോലെ നിൽക്കണില്ലേ? അപ്പൊ 25 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നേ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ചെവി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സ്വീകരിക്കുമോ. അപ്പൊ ഞാൻ പെൺകുട്ടീനെ പോയി സോപ്പ് ഇട്ട് ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി അന്നൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ എടന്, എൻ്റെ വൈഫ് ടീച്ചറാണേ, ഇപ്പൊ 25 വർഷമായിട്ട് ജീവിക്കുന്ന ഈ അടുത്ത് എൻ്റെ സ്കൂളിൽ ടീച്ചറിൻ്റെ, അതായത് എൻ്റെ വൈഫിൻ്റെ സ്കൂളിൽ വേറൊരു ടീച്ചർ രഹസ്യമായിട്ട് ചോദിക്കുക അത്രേ, സീമൻ ടീച്ചറെ എനിക്ക് കാര്യം ചോദിക്കാണ്ട്, സീമൻ ടീച്ചർ ഈ ആളെ കല്യാണത്തിന് വന്നപ്പോൾ ചെവി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പെണ്ണാലോചിച്ച് വന്നപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണേ, അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കല്ലിടാൻ വേണ്ടിയിട്ട് വിളിച്ചു ചോദിച്ചേക്കാണ് അന്ന് ഈ ചെവി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന്. ഞാൻ എന്താ പറയുക?
അതായത് നമുക്ക് നെഗറ്റീവിനെ കണ്ടെത്താൻ ഭയങ്കരമായിട്ടൊരു വ്യഗ്രതയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. മലയാളിക്ക് അത് കൂടുതലുമാണ്. നമ്മൾ കാര്യങ്ങളെ സൂക്ഷ്മമായി നന്നായിട്ട് എടുക്കണം. എവിടെയെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കും. ഒരു ചെറിയ 700-800 പേര് നടത്തുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അതിനെ വലുതാക്കി ബോംബായിട്ട് പൊട്ടിക്കും. ഇത് മാറ്റിയിട്ട് ഓർഗനൈസേഷൻ എല്ലാവരും കൂടെ കട്ടയ്ക്ക് ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഈ സ്ഥാപനത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് വരാം. ഇന്റർനാഷണൽ സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് സർജിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ഇത് ഞാൻ എൻ്റെ ഡ്രീമായിരുന്നു, അത് ഞാൻ പറയാതെയാണ്. ഞാൻ തുടങ്ങി വെച്ചത് ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. കിഡ്സിയുടെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിനുള്ള ഫണ്ട് ഇറക്കാനില്ല. അതുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. 2018 നിർത്തിക്കളഞ്ഞു, എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇത് സാർ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കണം, 30 മെമ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് ആണ്, 30x1 ആണ് സ്ട്രെങ്ത്. അത് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആക്ഷൻ കൊടുക്കണം. ഓരോ കുട്ടീനെയും വ്യക്തമായിട്ട് ഡീൽ ചെയ്ത് അവൻ്റെ ഫോക്കസിനെ എടുക്കണം, അവൻ്റെ കറക്റ്റ് ആയി യൂണീക്നെസ് എടുക്കണം. ഇങ്ങനെയൊക്കെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട്, ഈ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും കട്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? നെക്സ്റ്റ് ലെവലിലേക്ക് പോലെ റെഡി? അങ്ങനെയാണെങ്കിൽ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായിട്ട് ഞങ്ങൾ 5 പേരും ഉണ്ടാകും. അതിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി ഈ സെലിബ്രേഷൻ, അതായത് അഫിലിയേഷൻ കിട്ടിയ സെലിബ്രേഷൻ്റെ സന്തോഷം, അതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഈ ഗീതാ രവി പബ്ലിക് സ്കൂളിലേക്ക് ഒരു അഡ്വൈസറി ബോർഡിൽ ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കറിയില്ല, 2 മിനിറ്റ് കൂടുതൽ എടുത്തതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. സമയം കൂടുതൽ ക്ഷമിക്കണം. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട് വേറെ ദിവസം സെപ്പറേറ്റ് പറയാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.